നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1000 രാഗങ്ങളിലൂടെ ഭക്തിയുടെ മധുരം പകർന്നുകൊണ്ടാണ് തിരുപ്പുകഴിൻ്റെ ശബ്ദം നമ്മുടെ മനസ്സിന് കുളിർമയേകുന്നത്. മുരുകനോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ കവിതയാണത്. തിരുപ്പുകഴ് എന്നത് തമിഴ് ഭക്തകവിയായ അരുണഗിരിനാഥർ രചിച്ച ദിവ്യ കാവ്യങ്ങളുടെയും ഭജനകളുടെയും സമാഹാരമാണ്. അരുണഗിരിനാഥർ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ്. ആദ്യഘട്ടങ്ങളിൽ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം മുരുകൻ്റെ കൃപയാൽ പൂർണ്ണമായും ഭക്തിയിലേക്ക് മാറി. അദ്ദേഹം താൻ കണ്ട ദിവ്യ അനുഭവങ്ങൾ, ഭഗവാനായ ശ്രീ സുബ്രഹ്മണ്യൻ്റെ മഹിമകൾ എന്നിവ പാട്ടുകളായി തീർത്തു. ഈ ഭക്തിഗാനങ്ങൾ തന്നെയാണ് ഇന്ന് നാം തിരുപ്പുകഴെന്ന് വിളിക്കുന്നത്. പുകഴ് എന്നത് പുകഴ്ത്തൽ അഥവാ സ്തുതി എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുപ്പുകഴ് എന്ന് പറയുന്നത് ദൈവസ്തുതി എന്നതിനെ സൂചിപ്പിക്കുന്നു. തിരുപ്പുകഴിലെ ഓരോ പാട്ടും അതുല്യമായ ഛന്ദസ്സും രാഗസൗന്ദര്യവും കൊണ്ട് മുരുകഭക്തരുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നു. ചെറുപറവകളുടെ ചിരി പോലും, മലമുറുക്കിയ കാറ്റിൻ്റെ ശബ്ദം പോലും, കടൽ തീരത്തെ തരംഗ സംഗീതം പോലും തിരുപ്പുകഴിൻ്റെ പാട്ടുകൾ പ്രകൃതിയുമായി ലയിച്ചിരിക്കുന്നു. മിക്ക പാട്ടുകളും തിരുവണ്ണാമലൈ, പളനി, സ്വാമിമലൈ, തിരുത്തണി തുടങ്ങിയ മുരുകക്ഷേത്രങ്ങളിലെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയവയാണ്. ഓരോ പാട്ടും ഒരു പ്രാർത്ഥനയും ഒരു അഭ്യർത്ഥനയും ഒരു നന്ദി പ്രകടനവുമാണ്. തിരുപ്പുകഴ് പാടുന്നത് കൊണ്ടുള്ള ആത്മീയ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ഇത് മനസ്സിനെ ശാന്തമാക്കുന്നു, ആത്മവിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിക്കുന്നു, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള ശക്തി നൽകുന്നു, മുരുകൻ്റെ കൃപയും സംരക്ഷണവും പ്രാപിക്കാൻ സഹായിക്കുന്നു. തിരുപ്പുകഴ് പാടുമ്പോൾ അതിൻ്റെ ഓരോ അക്ഷരവും ഒരു മന്ത്രം പോലെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. തിരുപ്പുകഴിൽ മുരുകനെ ഒരു ദൈവം മാത്രമല്ല, ഒരു ഗുരുവും രക്ഷകനുമായി കണക്കാക്കുന്നു. മുരുകൻ ഭക്തരെ കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു, അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നു. തിരുപ്പുകഴിൻ്റെ ഓരോ വരിയും ഭക്തിയുടെ അനന്ത സംഗീതം പോലെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. മുരുകൻ നമുക്ക് ജ്ഞാനവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.